കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്ന് പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഓരോ നാളും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവിടുന്ന് നമ്മെ പുലർത്തും. അടുത്ത ഭാഗം, നീതിമാൻ കുലുങ്ങിപ്പോകാൻ എൻ്റെ കർത്താവ് ഒരു നാളും സമ്മതിക്കുകയില്ല. നമ്മുടെ കുലുക്കങ്ങൾ, കലക്കങ്ങൾ, സങ്കടങ്ങൾ, സന്താപങ്ങൾ, വേദനകൾ എല്ലാം അറിയാവുന്ന ഒരുവൻ ഉണ്ട്. ഇവിടുന്ന് പറഞ്ഞു, ധ്വാനിക്കുന്നവരും ഭാരം ഒരുപാടുള്ളവരെ എൻ്റെ അടുക്കൽ വരുവേ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഏത് ഭാരമാണ് നിങ്ങൾ ചുമക്കുന്നത്? അതിൻ്റെ ആഴം മറ്റാർക്കും അറിയാൻ കഴിയില്ല. ആർക്കും അത് പരിഹരിക്കാനും കഴിയില്ല. പക്ഷേ അറിയുന്ന ഒരുവൻ നമ്മോട് കൂടെയുണ്ട്. അവിടെ നിന്ന് ഉറങ്ങി കൊണ്ടുവരാലോ, അടുത്ത് വരുവേ. പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, പിശാചിയ ശക്തികൾ നമ്മളെ വിട്ടോടും, ഓടിപ്പോകും. ദൈവത്തോടടുത്ത് എൽവി, അവിടുന്ന് നമ്മുടെ അടുക്കിലേക്ക്. സ്തോത്രം. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവനെങ്കിലേക്ക് ചാഞ്ഞെൻ്റെ നിലവിളി കേട്ടു. നാറ്റകരമായ കുഴിയൊന്നും കുഴിഞ്ഞ ചേറ്റെന്ന് കയറ്റി, കാലുകൾ അപ്പാറമേൽ നിർത്തി, ഗവനത്തെ സ്ഥിരമാക്കി, വായിൽ പുതിയൊരു പാട്ട് തന്നതിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഈ ദൈവത്തെ പോലെ വലിയ ദൈവം ആരുള്ളൂ സഹോദരങ്ങളെ? വഴിയുടെ കുറവ് തീർക്കുന്ന, വഴി ഒരുക്കുന്ന, ഇതുവരെ പോയിട്ടില്ലാത്ത വഴിയിലൂടെ നടത്തുന്ന, നമ്മുടെ വഴികളേക്കാൾ, നമ്മുടെ വിചാരങ്ങളെക്കാൾ അവിടുത്തെ വഴികളും വിചാരങ്ങളും അതിശ്രേഷ്ഠമായിരിക്കാൻ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഫിലിപ്പിലേഖനത്തിൽ വായിക്കുന്നത് പോലെ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, ടെൻഷനാവരുത്. അതിൻ്റെ അർത്ഥം നമ്മുടെ വിഷയങ്ങൾ പരിഹരിക്കാൻ കഴിവുള്ള സർവശക്തനായ ഒരു ദൈവമുണ്ട്. ആർക്കും പരിഹരിക്കാൻ പറ്റാത്തത്, ആർക്കും ചെയ്യാൻ പറ്റാത്തത് ഭംഗിയായി ചെയ്യുന്ന ഉന്നതനായ ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. നമ്മുടെ ആവശ്യങ്ങളെല്ലാം സ്തോത്രത്തോടെ അവിടുത്തെ സന്നിധിയിലേക്ക് കൊടുക്കാൻ തയ്യാറാകുമെങ്കിൽ അതെല്ലാം അതതിൻ്റെ സമയത്ത് ഭംഗിയായി പരിഹരിക്കും. റൈറ്റ് ടൈമിൽ അവിടുത്തെ നാഴിക വന്നാൽ ആർക്കും അതിനെ തടയാൻ പറ്റില്ല. നാഴിക വന്നാൽ ഏറ്റവും ശ്രേഷ്ഠകരമായത് പുറത്തു വരും. ഇത്രയും നേരം ഇതെവിടെ സൂക്ഷിച്ചു വച്ചിരിക്കുന്നു എന്ന് പോലും ചോദിച്ചക്ക രീതിയിൽ വലിയ ദൈവപ്രവർത്തികളാണ് നമുക്ക് വേണ്ടി വെളിപ്പെടുത്തുന്നത്. എത്ര പേർ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ തയ്യാറാകും? എല്ലാ വിഷയങ്ങളും സ്തോത്രത്തോടെ അവിടുത്തെ മുൻപാകെ വെക്കാൻ തയ്യാറാകുമെങ്കിൽ അതെല്ലാം ഭംഗിയായി പരിഹരിക്കാൻ ഇന്നു പകലും എൻ്റെ ദൈവം മതിയായവനല്ലേ? അവിടുന്ന് വിശ്വസ്തനല്ലേ? അവിടുത്തെ കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ഉറുകിപ്പോകാത്ത കരമുള്ളവൻ, മന്ദമാകാത്ത ചെവിയുള്ളവൻ, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞ് ശ്രേഷ്ഠകരമായ പാന്താവിലൂടെ നടത്തുന്ന ദൈവത്തിൻ്റെ കരം ഇന്ന് പ്രഭാതത്തിൽ വെളിപ്പെട്ടു വരികയാണ്. വിശ്വസിക്കുന്നവർ ഓടിപ്പോകുകയില്ല, വിശ്വസിക്കുന്നവർ ലജ്ജിച്ചു പോകുകയില്ല, വിശ്വസിക്കുന്നവർ തല താഴ്ത്തപ്പെടാൻ
എൻ്റെ ദൈവം അനുവദിക്കില്ല. ഞാനാകുന്നു എന്ന് പറഞ്ഞു. ആദ്യനും അന്ത്യനുമായവൻ, യഹൂദഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ, പുസ്തകത്തിന്റെ 7 മുദ്രയും പൊട്ടിക്കാൻ ജയം പ്രാപിച്ചു വന്നിരിക്കും. ആ കർത്താവിനെയാണ് നമ്മൾ സേവിക്കും. അവിടുത്തെ മുൻപാകെ ഇന്ന് പകൽ നമുക്കൊന്ന് സമർപ്പിക്കാം. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവരുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കാം. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഒരു ഭാഗം മാത്രം നിങ്ങളോട് പറയട്ടെ. അപ്പോൾ യഹോവ അവനെ നോക്കി, നിന്റെ ഈ ബലത്തോടെ പോക, നീ ഇസ്രായേലിനെ മിദ്യാന്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും. ഞാനല്ലയോ നിന്നെ അയക്കുന്നത് എന്ന് പറഞ്ഞു. ഒരു സമൂഹം പരാജയപ്പെട്ടിരിക്കുകയാണ്. മിദ്യാന്യർ തൻ്റെ ജനത്തിൻ്റെ മേലെ ആധിക്യം പ്രാപിച്ച് ഇസ്രായേലിനെ തകർത്ത് കളഞ്ഞു. അവർ വിതയ്ക്കുമ്പോൾ കുഴപ്പമില്ലായിരുന്നു. കൊയ്യുന്ന സമയമാകുമ്പോൾ അവരുടെ വിളകളെല്ലാം നശിപ്പിക്കും. അവർ ക്ഷയിച്ചു, നിലവിളിച്ചോ, ദൈവത്തോട് രക്ഷയ്ക്ക് വേണ്ടി അപേക്ഷിച്ചു. പ്രിയരെ, എന്നാൽ അതിൻ്റെ നടുവിൽ ദൈവം ഒരു ഗിദെയോനെ വിളിക്കുകയാ. അവന് പ്രത്യക്ഷനാകുക, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഗിദെയോൻ 3 ചോദ്യങ്ങൾ ചോദിക്കുക. ഇതൊക്കെ എന്താ ഞങ്ങൾക്ക് ഭവിക്കുന്നത്? പിതാക്കന്മാർ നാളുകൾ ചെയ്ത അത്ഭുതങ്ങൾ എവിടെ? അടുത്ത് ചോദിച്ച ചോദ്യം, എന്നെക്കൊണ്ട് ഈ ജനത്തെ രക്ഷിക്കാൻ പറ്റുമോ? ഞാൻ ഇസ്രായേലിനെ എങ്ങനെ രക്ഷിക്കും? അതാണ് അദ്ദേഹം ചോദിച്ച 3-ാമത്തെ ചോദ്യം. ഇവിടെ പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ ഈ ബലത്തോടെ പോക. അതല്ല ഞാൻ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന പദം. ഞാനല്ലയോ നിന്നെ അയക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, ദൈവമാണ് നമ്മളെ അയക്കുന്നതെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ ചില വിടുതലുകൾ വരാൻ പോവുകയാണ്. എങ്ങനെ ഇത് നടക്കുമെന്നാണ് ഗിദെയോൻ ചോദിച്ചത്. അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഇത് നടത്തുമോ? അസംഖ്യമായി പരന്നു കിടക്കുന്ന സമൂഹം, മാലിയക്കാർ, കിഴക്കേ ദേശക്കാർ വെട്ടുക്കിളി പോലെ കിടക്കുകയാണ്. അവിടേക്ക് ഞാൻ ചെന്നാൽ ഇതെങ്ങനെ സംഭവിക്കും എന്ന് ചോദിച്ചപ്പോൾ, ഞാനല്ലയോ നിന്നെ അയക്കുന്നു. അതിൻ്റെ അർത്ഥം, അധികാരമുള്ളവൻ, സൃഷ്ടിതാവ്, സകലത്തെയും കാൽ കീഴാക്കിയവൻ, സകല ശക്തിയുടെ മേലും ജയം നൽകുന്നവൻ, ഒരു വാക്കുകൊണ്ട് സകലത്തെ ഉളവാക്കിയവൻ, ആഴിയിൽ പാതയൊരുക്കിയവൻ, ശത്രുവിനെയും അവൻ്റെ സകല ശക്തികളെയും പദ്ധതികളെയും ചെങ്കടലിൽ തകർത്തെറിഞ്ഞവൻ. ഇന്ന് പകൽ പ്രിയ സഹോദരങ്ങളോട് വിളിച്ചു പറയുന്നു, ഞാൻ എങ്ങനെ അത് ഫേസ് ചെയ്യും? എന്നെ കൊണ്ടിത് നടക്കുമോ? ഇന്ന് പകൽ എങ്ങനെ പോകും? ഇത്രയും വലിയ പ്രതിസന്ധിയിൽ നിന്ന് എങ്ങനെ കരകയറും എന്ന് ചിന്തിക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാവിന് ശക്തമായി പറയാനുള്ള സന്ദേശം, ദൈവമാണ് നിങ്ങളോട് മുമ്പോട്ട് പോകാൻ പറഞ്ഞത്. ദൈവമാണ് അവിടെ ഉറച്ചു നിൽക്കാൻ പറഞ്ഞത്. ദൈവമാണ് ഞാൻ പ്രവർത്തിക്കുമെന്ന് പറഞ്ഞത്. ദൈവമാണ് നിനക്ക് പറ്റാത്തത് ഞാൻ നിനക്ക് മുമ്പായി ചേർന്ന ദുർഘടങ്ങളെ നിരപ്പാക്കാമെന്ന് പറഞ്ഞത്. ആ ദൈവമാണ് നിന്നെ അയക്കുന്നതെങ്കിൽ അവിശ്വസിക്കരുത്, സംശയിക്കരുത്. പർവ്വത സമാനമായ പ്രശ്നങ്ങളായിരിക്കാം. എണ്ണിയാൽ ഒടുങ്ങില്ല, ഒന്ന് മാറുമ്പോൾ മറ്റൊന്ന് നിന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. ഇതിൽ നിന്നെങ്ങനെ കരകയറും? ആർ പരിഹരിക്കും? എന്നെ കൊണ്ടിത് നടക്കുമോ? ഇനിയും ഞാൻ എന്ത് ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ
ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് പ്രഭാതത്തിൽ വ്യക്തിപരമായി നിങ്ങളെ നോക്കി, നിങ്ങളുടെ പ്രസ്ഥാനങ്ങളെ നോക്കി, അഭിഷക്തന്മാരെ, ദൈവസഭയെ നോക്കി, കുടുംബങ്ങളെ നിങ്ങളെ നോക്കി, നിങ്ങളുടെ തലമുറകളെ നോക്കി വ്യക്തവും ശക്തമായി സന്ദേശം പ്രവചനദൂതായി വിളിച്ചു പറയുന്നു. ദൈവമാ നിങ്ങളെ അയക്കുന്ന, ദൈവമാ നിങ്ങളെ നയിക്കുന്നത്, ദൈവമാ മുൻപോട്ട് പോകാൻ പറയുന്നത്, ദൈവമാ അവിടെ ഉറച്ചു നിൽക്കാൻ പറയുന്നത്, ദൈവമാ ചലിക്കാൻ പറയുന്നത്, സർവശക്തനാ പറയുന്നത്. ഞാൻ പ്രവർത്തിക്കും, നിങ്ങൾ മുമ്പോട്ട് പോവുക. അതല്ലേ ചെങ്കടലിന്റെ മുമ്പിൽ വന്നപ്പോ ദൈവം ചോദിച്ചത്, നിലവിളിക്കുന്നത് എന്തിനാ? മുന്നോട്ട് പോകുക, മുൻപോട്ട് പോകുക. ഞാനല്ലേ പറഞ്ഞു എന്നതിൻ്റെ അർത്ഥം. ദൈവം പറഞ്ഞ വാക്കിന് സ്റ്റെപ്പ് എടുക്കാൻ തയ്യാറാകുമെങ്കിൽ അസാധ്യങ്ങൾ നിന്റെ മുമ്പിൽ വഴിമാറുകയാ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ദൈവം അയക്കാൻ പോകുകയാ. ചിലതിനെ ദൈവം പുറപ്പെടുവിക്കാൻ പോകുകയാ. ദൈവം പുറത്തു കൊണ്ടുവരാൻ പോകുകയാ. നിങ്ങൾക്കെതിരെ നിൽക്കുന്ന കുരുക്കളെ തമ്പുരാൻ അഴിക്കാൻ പോകുകയാ. മുൻപോട്ട് പോവുക, പ്രാർത്ഥനയോടെ മുമ്പോട്ട് പോവുക, വിശ്വാസത്തോടെ മുമ്പോട്ട് പോവുക, അഭിഷേകത്തോടെ മുമ്പോട്ട് പോവുക. ധൈര്യം ചോർന്നു പോകരുത്. ഇന്ന് പകൽ ദൈവപ്രവൃത്തി നിങ്ങൾക്ക് വേണ്ടി വരികയാ. ഈ ആഴ്ച സംഭവിക്കേണ്ട ആ വിഷയത്തിന്മേൽ ദൈവത്തിൻ്റെ കരം ഇറങ്ങുകയാണ്. നിങ്ങളുടെ തലമുറയുടെ മേൽ, നിങ്ങളുടെ ഓഫീസിൻ്റെ മേൽ, യേശുവിൻ്റെ നാമത്തിൽ നാളുകളായി സ്വസ്ഥത നഷ്ടപ്പെടുത്തിയ ആ വിഷയത്തിൻ്റെ മേൽ ദൈവം പറയുന്നു, ഞാനല്ലയോ നിങ്ങളെ അയക്കും, ഞാനല്ലയോ നിങ്ങളെ അയക്കുന്നത്, ഞാനല്ലയോ നിങ്ങളെ അയക്കുന്നത്. യേശുവിൻ്റെ നാമത്തിൽ ജനം വിടുതൽ പ്രാപിക്കട്ടെ, സൗഖ്യം പ്രാപിക്കട്ടെ, അസാധ്യങ്ങൾ സാധ്യമാകട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ, അന്ധകാര മണ്ഡലങ്ങൾ തകരട്ടെ. എങ്ങനെ ഇത് നടക്കും? എന്നെ കൊണ്ട് ഇത് പറ്റുമോ എന്ന് ചോദിക്കുന്ന ചിലരുടെ മേൽ ദൈവാത്മാവിൻ്റെ ശക്തി വ്യാപരിപ്പിച്ച് അവർക്ക് ധൈര്യം നൽകി, കരുത്ത് നൽകി മുൻപോട്ട് പോകാൻ അവരെ നിയമിച്ച് അങ്ങയുടെ മഹത്വമുള്ള ഭുജം അവരുടെ മേൽ വെളിപ്പെടുത്തിയിരിക്കാൻ സ്തോത്രം. സൈന്യത്താലല്ല, ശക്തിയാലല്ല, അവിടുത്തെ ആത്മാവിനാൽ തന്നെ. ചിലത് വഴിമാറിയിരിക്കാൻ സ്തോത്രം, ചിലത് ഇടിഞ്ഞു പോയിരിക്കാൻ സ്തോത്രം, നിശ്ചലമായിരിക്കാൻ സ്തോത്രം, അവരുടെ മഹത്വം ഇറങ്ങിയിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാം തന്നെ ആമേനാമേൻ. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ മുമ്പോട്ട് പോകൂ. കർത്താവാണ് നിങ്ങളോട് മുമ്പോട്ട് പോകാൻ പറഞ്ഞത്. അവിടെ നിന്നാണ് നിങ്ങളെ അയക്കുന്നത്. കർത്താവ് പറഞ്ഞിട്ട് ചില സ്റ്റെപ്പുകൾ എടുക്കൂ. അത് നിങ്ങൾ അനുസരിക്കും, പരാജയപ്പെടില്ല. ഈ വചനങ്ങൾ അവരോട് സഹായിക്കട്ടെ. ക്രിസ്തേശുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു.